ഹലോ, അപ്പം നമുക്കിന്ന് മോർണിംഗ് മാർക്കറ്റിൽ പോയാലോ? അതാ ഉന്തുവണ്ടി കണ്ട കാലം മറന്ന് കേരളത്തിൽ ഇതൊക്കെ ഉണ്ടോ ആവോ? ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലാട്ടോ. അവിടെ ഈ ഉന്തുവണ്ടി കച്ചവടം, ഈ ഉന്തുവണ്ടി അങ്ങോട്ട് നീക്കി വെച്ച വേറൊരു മാർക്കറ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ രാവിലത്തെ വേറൊരു മാർക്കറ്റ്. അങ്ങനെയൊക്കെ ഇവിടുത്തെ സിസ്റ്റമേ. നമ്മൾ താമസിക്കുന്നിടത്തും കൊണ്ടുവരും, പക്ഷേ 10 രൂപ കൂടുതൽ കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വരാൻ പറ്റുന്ന സമയത്തെല്ലാം ഇവിടെ വരുവേ. അപ്പോൾ ഇവിടെ ഇന്നത്തെ എന്താണെന്ന് അറിയത്തില്ല, എന്തെടുത്താലും 30 രൂപ കിലോ എന്ന് പറയുന്നത്. പാലക്ക് 2 എണ്ണം 30 രൂപ. അതും ഞാനിങ്ങനെ എടുത്തു, കാരണം പാലക്കല്ലേ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ 5 കിലോ സവാള, 5 കിലോ ഉരുളൻകിഴങ്ങ്, അത് 100 രൂപയുള്ളൂ അത്രേ. അപ്പോൾ 5 കിലോ വേണ്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പകുതി മതി തരാം, 100 രൂപയ്ക്ക് രണ്ടും കൂടെ തന്നാൽ മതി എന്ന് പറഞ്ഞേ. തക്കാളി നോക്കിയപ്പോൾ അതും നല്ല ഫ്രഷ് ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് എടുത്ത് കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു, പച്ചയ്ക്ക് കഴിക്കാൻ തോന്നി, അത്രയ്ക്ക് ഫ്രഷ് ആയിരുന്നു. വെയിൽ തട്ടിപ്പോൾ അതിൻ്റെ ഗ്ലേസിങ് അല്ലേ, എന്താ ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അതും കുറച്ച് പറക്കിയെടുത്തു കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എല്ലാത്തിനും ഇന്ന് 30 രൂപ എന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു കേട്ടോ. 300 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ട് ലാവിഷായിട്ട് ഇവിടെ നിന്ന് പോകാം കേട്ടോ. പക്ഷേ നമുക്ക് എപ്പോഴും വരാൻ സമയം കിട്ടില്ല. സമയം കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഫ്രഷ് ആയതുകൊണ്ട് കുറച്ച് ദിവസം ഇരുന്നാലും കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ ഇല്ലേ? അപ്പോൾ കുറേ സാരിക്കടയൊക്കെ ഉണ്ട്. ഇത് 10 രൂപ കേട്ടോ ഒരു കെട്ട്. ഞാൻ ഒരു കെട്ടേ വാങ്ങിച്ചുള്ളൂ. പിന്നെ മേത്തി എന്തിന് വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ മേത്തി വാങ്ങുന്നത് കേട്ടോ. മിക്സ് ചെയ്ത് വെക്കാമെന്ന് കെട്ടിയവൻ പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കേട്ടോ. നെല്ലിക്കായ, ഇഞ്ചി എല്ലാം ഫ്രഷ്. നമ്മുടെ ഓമയ്ക്ക ഉണ്ടല്ലോ, നാട്ടിൽ പഴുത്ത് വീഴുമ്പോൾ ആർക്കും വേണ്ട, ഇവിടെ അപ്പോൾ കിലോ 30 രൂപ കൊടുത്ത് വാങ്ങിച്ചു കേട്ടോ. എവിടെ കയ്യിലാണെങ്കിൽ വലുതേ ഉള്ളായിരുന്നു, അപ്പോൾ വലുത് തന്നെ നോക്കി ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ നമുക്ക് കുറച്ച് ഗ്രോസറി സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എന്നാൽ ഒരു ചായ കുടിച്ചിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് 1 മണിയായി കേട്ടോ. 1 മണി കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് ഫ്രഷ് ആയിട്ട് കയറിയ കുറച്ച് സാധനമൊക്കെ സാവധാനം എടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ച് ചായയൊക്കെ കുടിച്ച് നമ്മൾ പതുക്കെ അങ്ങോട്ട് നീങ്ങി കേട്ടോ. പകുതി വിശേഷങ്ങൾ ഇവിടെ ഇടുന്നുള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ ബാക്കി വീഡിയോയിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം.